കണ്ടിന്യൂ ചെയ്യണേ. വെയർ ഹൗസിംഗ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, ഉൽപ്പാദിപ്പിച്ച സാധനം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ്, മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് വെയർ ഹൗസ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് വെയർ ഹൗസ്, സ്ഥലമാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ്, മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെന്റ് വെയർ ഹൗസ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ടു റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈമാണ്. അപ്പോൾ നമുക്കറിയാം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചതിന് ശേഷം അത് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആവാം, അല്ലെ 6 മാസം. അപ്പോൾ ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്ന പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്തത് ഏതാണ്, അല്ലെ ആരാണ്? വെയർ ഹൗസ് ആണെന്നാണ് പറയുന്നത്. സ്റ്റോറേജ് enables goods to be made available to the customers whenever and wherever is needed. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത ഗുഡ്സ് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആക്കും കസ്റ്റമേഴ്സിന്, വെന്നെവർ, എപ്പോൾ വേണമെങ്കിലും ആവാം, എവിടെ വേണമെങ്കിലും. അതാണ് സ്റ്റോറേജ് അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ പ്രത്യേകത. എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്ന ഗുഡ്സ് അവൈലബിൾ ആക്കാൻ കഴിയും. വെയർ ഹൗസ് ആ ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് വെയർ ഹൗസിങ്, എന്ത് ഫംഗ്ഷനാണ് വെയർ ഹൗസിനുള്ളതെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് കൺസോൾട്ടേഷനാണ്. In it, the warehouse receive and consolidate goods from different production plants. അപ്പോൾ നമുക്കറിയാം വെയർ ഹൗസ് റിസീവ് ചെയ്യുന്നത് പല പ്രൊഡക്ഷൻ പ്ലാന്റുകളിൽ നിർമ്മിച്ച ഗുഡ്സുകൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ് വെയർ ഹൗസ് ചെയ്യുന്നത്, ഒരുമിച്ച് അവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. 2 ബ്രേക്ക് ഇൻ ബൾക്കാണ്. They divide the bulk quantity of goods received from the production plant into smaller quantity. നമുക്കറിയാം പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിയ ഈ പ്രോഡക്റ്റുകൾ സ്മാളർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അതൊരു ഫംഗ്ഷനാണ്. അതാണ് ബ്രേക്ക് ഇൻ ബൾക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആണ്. ദേ സ്റ്റോർ സീസണൽ ഗുഡ്സ് ഓർ മെറ്റീരിയലാണ്. സീസണൽ ഗുഡ്സുകളും മെറ്റീരിയലുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അടുത്തത് പറയുന്നു വാല്യൂ ആഡ് സർവീസസ് ആണ്. ദേ പ്രൊവൈഡ് വേരിയസ് വാല്യൂ ആഡ് സർവീസസ് ലൈക്ക് ഗ്രേഡിങ്, പാക്കിങ്, ലേബലിങ്. വാല്യൂ ആഡ് സർവീസായ ഗ്രേഡിങ്ങും പാക്കിങ്ങും ലേബലിങ്ങിലും ഒക്കെ സഹായിക്കുന്ന വെയർ ഹൗസ് ആണ്. അപ്പോൾ നമ്മൾ വെയർ ഹൗസിൽ വന്നിട്ടാണ് അത് ഗ്രേഡ് ചെയ്യുകയും പാക്കിങ്ങും ലേബലിങ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അടുത്ത പ്രൈസ് സ്റ്റെബിലൈസേഷനാണ്. വില സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവന്നതിന് സഹായിക്കുന്നുണ്ട്. ബൈ അഡ്ജസ്റ്റിംഗ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് വിത്ത് ഡിമാൻഡ് സിറ്റുവേഷൻ. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സിന് ഡിമാൻഡ് സിറ്റുവേഷൻ വരെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണമല്ലേ. അപ്പോൾ ഡിമാൻഡ് സിറ്റുവേഷൻ ഇതിനെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തണം. വെയർ ഹൗസിംഗ് പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റെബിലൈസിംഗ് പ്രൈസസ്. അതായത് പ്രൈസ് എന്ത് ചെയ്യണം, സ്റ്റെബിലൈസ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകണം. കാരണം വില കൂടാതെ ഒരേ ലെവലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്നൊരു ഫംഗ്ഷൻ കൂടെ വെയർ ഹൗസിംഗ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫിനാൻസിംഗ് ആണ്. വെയർ ഹൗസ് ഓണേഴ്സ് അഡ്വാൻസ് മണി ടു ദ ഓണേഴ്സ് on security of goods and further supply goods on credit terms to customers. ഇപ്പോൾ വെയർ ഹൗസ് ഓണേഴ്സ് അഡ്വാൻസ് മണി ടു ദ ഓണേഴ്സ് ഓൺ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്. അതായത് വെയർ ഹൗസ് ഓണേഴ്സ് എന്ത് ചെയ്യും, അഡ്വാൻസ് പണം നൽകും, ഫിനാൻസിങ് നൽകും ഓണേഴ്സ് ഓഫ് ഗുഡ്സിൻ്റെ ഓണേഴ്സിന്. കാരണം ആൻഡ് ഫർദർ സപ്ലൈ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഇൻ ടേംസ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കടത്തിന് ഗുഡ്സ് കൊണ്ട് കൊടുക്കുന്നതിന് അവരെ ഫിനാൻസിങ് സർവീസ് കൂടെ എന്ത് ചെയ്യും, വെയർ ഹൗസ് ഓണേഴ്സ് അങ്ങനെയുള്ള സാമ്പത്തിക സഹായം കൂടി നൽകുന്നുണ്ട്. വെയർ ഹൗസിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് അവർക്ക് എന്ത് ചെയ്യും, കട വായ്പ കൊടുക്കുകയും അങ്ങനെ ഫിനാൻസിങ് ഒക്കെ കൊടുക്കുകയും ചെയ്യും. ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യുന്നതിന് വരെ പണമൊക്കെ അവർക്ക് വായ്പ നൽകുന്ന രീതികളൊക്കെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫംഗ്ഷനാണ്. അടുത്ത ടൈപ്പ് ഓഫ് വെയർ ഹൗസ് ആണ്. പല തരത്തിലെ വെയർ ഹൗസസ് ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് വെയർ ഹൗസസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രൈവറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്ന പ്രൈവറ്റ് വെയർ ഹൗസസ്, സ്വകാര്യ വ്യക്തികളുടെ അല്ലേ, സ്വകാര്യ വെയർ ഹൗസസ് ആണ് പ്രൈവറ്റ് വെയർ ഹൗസസ്. ഓൺഡ് ബൈ ലാർജ് ബിസിനസ് ഫെയിംസ് ഓർ ഹോൾസെയിലേഴ്സ്. വലിയ ബിസിനസ് ഫെയിമുകളോ ഹോൾസെയിലേഴ്സോ നടത്തുന്ന വെയർ ഹൗസ് ആണ് പ്രൈവറ്റ് വെയർ ഹൗസസ് എന്ന് പറയുന്നത്. അടുത്ത കോപ്പറേറ്റീവ് വെയർ ഹൗസസ് ഉണ്ട്. സഹകരണ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന വെയർ ഹൗസസ് ഉണ്ട്. ഓൺഡ് ബൈ കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ്. സഹകരണ സംഘങ്ങളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വെയർ ഹൗസസ് ആണ് കോപ്പറേറ്റീവ് വെയർ ഹൗസസ്. അടുത്ത ഗവൺമെൻറ് വെയർ ഹൗസസ് ഉണ്ട്. ഓൺഡ് ബൈ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് ഏജൻസി. ഗവൺമെൻറ്റുകളോ ഗവൺമെൻറ് ഏജൻസികളോ പ്രവർത്തിപ്പിക്കുന്ന വെയർ ഹൗസ് ആണ് ഗവൺമെൻറ് വെയർ ഹൗസസ്. അടുത്ത പബ്ലിക് വെയർ ഹൗസസ് ഉണ്ട്. പൊതുവായിട്ടുള്ള വെയർ ഹൗസ്, പൊതു വെയർ ഹൗസസ് ഉണ്ട്. ഓൺഡ് ബൈ ഏജൻസീസ് ആൻഡ് പ്രൊവൈഡ് സ്പേസ് അഗൻസ്റ്റ് ദ പേയ്മെൻറ്റ് ഓഫ് സം ഫീ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, സം ഏജൻസികൾ നടത്തുന്നതാവാം, ചെറിയ ഏജൻസികൾ നടത്തുന്നതാവാം. സ്പേസസ് അഗൻസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് സം ഫീ. കുറച്ച് ഫീസ് നൽകുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഗുഡ്സ് ഇവിടെ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് നോൺ ആസ് ഡ്യൂട്ടി പെയ്ഡ് വെയർ ഹൗസ്. അതുകൊണ്ട് ഇതിന് ഏത് പേര് അറിയപ്പെടും, ഡ്യൂട്ടി പെയ്ഡ് വെയർ ഹൗസ് എന്നത് അറിയപ്പെടുന്നത്. പബ്ലിക് വെയർ ഹൗസാണ്. അടുത്ത ബോണ്ടഡ് വെയർ ഹൗസസ് ഉണ്ട്. ദീസ് വെയർ ഹൗസസ് ആർ യൂസ്ഡ് ടു കീപ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് ബിഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഇവിടെ ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ കീപ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്, വേറെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ബിഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കുന്നതിന് മുന്നേ വരെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഈ ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് അടയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇവിടെ ബോണ്ടഡ് ഹൗസസിലാണ്. ദേ ആർ ഓൺഡ് ബൈ ദ ഡോക്ക് അതോറിറ്റീസ് ആണ്. അപ്പോൾ നമുക്കറിയാം തുറമുഖ അതോറിറ്റികളാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓർ ബൈ ദ പ്രൈവറ്റ് പാർട്ടി. ചില ഡോക്ക് അതോറിറ്റീസ് ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് ആവാം. ദേ ആർ അണ്ടർ ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കസ്റ്റംസ് അതോറിറ്റി. അപ്പോൾ ഈ ബോണ്ടഡ് വെയർ ഹൗസ് എപ്പോഴും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കസ്റ്റംസ് അതോറിറ്റി അധികാരികളുടെ മേൽനോട്ടത്തിലായിരിക്കും. ബോണ്ടഡ് ഹൗസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് എപ്പോഴും കസ്റ്റംസിൻ്റെ മേൽനോട്ടത്തിലെ രാജ്യത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്കുള്ള അണ്ടറിലാണ് ഏത് പ്രവർത്തിക്കുന്നത്,
ബോണ്ടഡ് വെയർ ഹൗസാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ ഡ്യൂട്ടി അടച്ചെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ ഗുഡ്സ് നമുക്ക് വിട്ടു തരുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ടൈപ്പ് ഓഫ് വെയർ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നല്ലോ ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്കത് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിക്കണം. പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ കിടപ്പുണ്ട്, ആ വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇനി എമർജൻസി മോഡ് ഓഫ് ബിസിനസ് അടുത്ത ചാപ്റ്റർ നമ്മൾ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും വായിച്ചോളൂ.